നമസ്കാരം. ജെ.പി. നദ്ദ കേന്ദ്ര ക്യാബിനറ്റിലേക്ക് വന്നതോടെ ബി.ജെ.പിക്ക് പുതിയ ദേശീയ അധ്യക്ഷൻ വരും എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നത്. ബി.ജെ.പിക്ക് പുതിയ ദേശീയ അധ്യക്ഷൻ ജനുവരിയോടെ മാത്രം ആയിരിക്കും എന്ന സൂചന. ജെ.പി. നദ്ദ താൽക്കാലിക അധ്യക്ഷനായി തുടരും. കേരളത്തിൽ താമര വിരിഞ്ഞ സാഹചര്യത്തിൽ നേതൃമാറ്റം ഉണ്ടാകില്ല എന്ന സൂചനയുണ്ട്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷയാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. മന്ത്രിസഭ നിലവിൽ വന്നു. അടുത്ത നീക്കം പാർട്ടി പുനഃസംഘടനയാണ്. പുതിയ അധ്യക്ഷൻ വരും വരെ വർക്കിംഗ് പ്രസിഡന്റിനെ നിയോഗിക്കും. നദ്ദ തന്നെ വർക്കിംഗ് പ്രസിഡന്റായി തുടരാനാണ് സാധ്യത. പാർട്ടി പാർലമെന്ററി ബോർഡ് ചേർന്നാകും തീരുമാനം. G7 ഉച്ചകോടിക്കായി ഇറ്റലിയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി മടങ്ങിയെത്തിയ ശേഷം ചർച്ചകൾ തുടങ്ങും. അംഗത്വ വർധന ക്യാമ്പയിനും ഉടൻ ആരംഭിക്കും. ജനുവരിയോടെ പൂർത്തിയാക്കാനാകും തീരുമാനം. അതിനുശേഷമാകും പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക. നേരത്തെ പരിഗണനയിൽ ഉണ്ടായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ, മനോഹർലാൽ ഖട്ടാർ തുടങ്ങിയവർ മന്ത്രിമാരായിട്ടുണ്ട്. നിലവിൽ മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ, ദേവേന്ദ്ര ഫട്നാവിസ്, വിനോദ് ധാവ്ഡെ, കെ ലക്ഷ്മൺ തുടങ്ങിയ പേരുകളാണ് പരിഗണനയിലുള്ളത്. 50% സംസ്ഥാനങ്ങളിലെങ്കിലും പുനഃസംഘടന പൂർത്തിയായാലേ ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. ഗുജറാത്ത് സംസ്ഥാന അധ്യക്ഷൻ CR പാട്ടീലും പശ്ചിമബംഗാൾ അധ്യക്ഷൻ സുഗന്ധ മജുംദാറും മന്ത്രിമാരായതിനാൽ ഇരു സംസ്ഥാനങ്ങളിലും വൈകാതെ അധ്യക്ഷന്മാരെത്തും. കേരളത്തിൽ ലോക്സഭയിലേക്ക് BJP അക്കൗണ്ട് തുറന്ന സാഹചര്യത്തിൽ കെ സുരേന്ദ്രന് മാറ്റമുണ്ടാകാനിടയില്ല എന്നും റിപ്പോർട്ടുണ്ട്. ജോർജ് കുര്യൻ മന്ത്രിയായതോടെ ഓഫീസ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പുതിയ ആൾ വരണം. ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷ പദവിക്കായി നീക്കം നടത്തുന്നുണ്ട് എന്ന സൂചനയുണ്ട്. എന്നാൽ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിന് താൽപ്പര്യമില്ല. മന്ത്രിസ്ഥാനം ഒഴിയുന്ന V. മുരളീധരൻ്റെ തുടർ ചുമതലയും പ്രധാനമാണ്. പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നതുവരെ J.P. നദ്ദയെ പ്രസിഡന്റായി നിലനിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ മോദി ഇറ്റലി സന്ദർശനം കഴിഞ്ഞ് മടങ്ങിവന്നാലുടൻ പുതിയ പ്രസിഡന്റിനെ BJP തീരുമാനിക്കും. പാർട്ടിയുടെ പാർലമെന്ററി ബോഡിയാകും പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക. പാർട്ടിയുടെ ഒരാൾക്ക് ഒരു പദവി എന്ന മാനദണ്ഡത്തെ ആസ്പദമാക്കിയാണ് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നത്. അതേസമയം പാർട്ടിയുടെ പാർലമെന്ററി ബോഡി നദ്ദയോട് സ്ഥാനത്ത് തുടരാൻ കഴിയുമോ എന്ന് ചോദിച്ചിരുന്നു. മെമ്പർഷിപ്പ് ക്യാമ്പയിനും സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും പൂർത്തിയാകും വരെ നിലവിലുള്ള വർക്കിംഗ് പ്രസിഡന്റ് തുടരും. സാധാരണഗതിയിൽ 50% സംസ്ഥാനങ്ങളിലെങ്കിലും സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയായ ശേഷമാണ് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക. ജൂലൈയിലാണ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങുക. അത് 6 മാസം നീണ്ടു നിൽക്കും. ഡിസംബർ ജനുവരിയിലായിരിക്കും പുതിയ പ്രസിഡന്റിനെ നിയോഗിക്കുക. വർക്കിംഗ് പ്രസിഡന്റിനെ മുഴുവൻ സമയ പ്രസിഡന്റായും തെരഞ്ഞെടുക്കാം. തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ കാലാവധി 2025 ജനുവരി മുതൽ ആരംഭിക്കും. J.P. നദ്ദയെ 2019 വർക്കിംഗ് പ്രസിഡന്റാക്കുകയും 2020 ജനുവരിയിൽ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. 2019 പാർട്ടിയെ നയിച്ച അമിത്ഷാ 2ാം മോഡി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം പാർട്ടിയുടെ ചുമതല മറ്റൊരാൾക്ക് നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പാർലമെന്ററി ബോർഡ് 2019 ജൂൺ 17 നദ്ദയെ വർക്കിംഗ് പ്രസിഡന്റാക്കി. 2020 ജനുവരി 20 അദ്ദേഹം മുഴുവൻ സമയ പാർട്ടി പ്രസിഡന്റായി ചുമതലയേറ്റു. അദ്ദേഹത്തിൻ്റെ കാലാവധി ഈ വർഷം ജനുവരിയിൽ അവസാനിച്ചു. എന്നാൽ പൊതു തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് നദ്ദയ്ക്ക് ജൂൺ അവസാനം വരെ കാലാവധി നീട്ടി നൽകിയിരുന്നു. അതേസമയം ശോഭാ സുരേന്ദ്രനെ BJP സംസ്ഥാന പ്രസിഡന്റായി നിയമിച്ചേക്കുമെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു. പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശോഭാ സുരേന്ദ്രനെ പാർട്ടി നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥിയായിരുന്നു അവർ. ശോഭാ സുരേന്ദ്രനെ രാജ്യസഭയിൽ എത്തിച്ച ശേഷം പാർട്ടി സംസ്ഥാന അധ്യക്ഷയാക്കുമെന്നാണ് വിവരം. ഡൽഹിയിൽ ദേശീയ അധ്യക്ഷൻ J.P. നദ്ദ, സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ്, ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരുമായി ശോഭ കൂടിക്കാഴ്ച നടത്തുമെന്ന് സൂചനയുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് വനിതാ MP-മാർ ഇല്ലാതായിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിൽ സ്ത്രീ പ്രാതിനിധ്യം ഇല്ലാത്ത ഏക സംസ്ഥാനം കേരളമാണ്. ഈ സാഹചര്യത്തിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീ വോട്ടർമാരുള്ള കേരളത്തിൽ നിന്ന് സ്ത്രീ പ്രാതിനിധ്യം വേണമെന്ന നിലപാടിലാണ് BJP കേന്ദ്ര നേതൃത്വം. പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് BJPക്ക് ലഭിച്ച വലിയ സ്വീകാര്യത പഞ്ചായത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കണമെങ്കിൽ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ വേണം എന്ന വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ശോഭാ സുരേന്ദ്രനെ പാർട്ടി ചുമതലയേൽപ്പിക്കാൻ തയ്യാറെടുക്കുന്നത് എന്ന് ചില മാധ്യമ വാർത്തകൾ പുറത്തു വന്നിരുന്നു.